വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു കവിതയിൽ രണ്ട് പക്ഷികൾ തമ്മിലുള്ള സംഭാഷണം വിവരിച്ചിട്ടുണ്ട്. ഒരു പക്ഷി മറ്റൊരു പക്ഷിയോട് ചോദിച്ചു, എനിക്ക് യഥാർത്ഥമായി അറിയേണ്ടത് മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രമാത്രം ആകുലപ്പെടുന്നു. അതിന് രണ്ടാമത്തെ പക്ഷി നൽകിയ മറുപടി, ഫ്രണ്ട്, ഐ തിങ്ക് ദാറ്റ് it must be that they have no heavenly Father such as cares you and me. സ്നേഹിത, എന്നെയും നിന്നെയും കരുതുന്നത് പോലെ ഒരു സ്വർഗസ്ഥ പിതാവ് അവർക്കില്ല എന്നതായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കരുതുന്നൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസവും ചിന്തയും ഇന്ന് മനുഷ്യനിൽ ഇല്ല. തൽഫലമായി മനുഷ്യൻ ഇന്ന് നിരാശിതരും ആകുല ചിന്തയാൽ നീറുന്നവരും ആണ്. പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന 1 പത്രോസ് 5:7. കർത്താവ് പറയുന്നത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ ആർക്ക് കഴിയും? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു. മത്തായി 6:25 മുതലുള്ള വാക്യങ്ങൾ. നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവം ഉണ്ട്. ഫിലിപ്പിയർ 4:19. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് നമുക്ക് കർത്താവിനോട് പറയാം. ഫിലിപ്പിയർ 4:6 വാക്യം. ദൈവം നമ്മുടെ ജീവനെ കരുതുന്നവനാ. ഗോഡ്സ് കെയർ ഫോർ അവർ ലൈഫ്. യെശയ്യാവ് 31:5 ഇങ്ങനെ വായിക്കുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാറ്റുകൊല്ലും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ പരിപാലിക്കും. ശത്രുഭയത്തിൽ നിന്ന് എന്നെ പാലിക്കണമേ എന്ന തുടർന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം 64:1. ഈ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് സങ്കീർത്തനം 121:7 വാക്യം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു വിലയുമില്ലാത്ത കുരികളിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. നിലത്ത് വീഴുക എന്ന് പറഞ്ഞാൽ ജീവൻ പോയി താഴെ വീഴുക എന്ന അർത്ഥം. അതായത് നിസ്സാരം എന്ന് നാം കരുതുന്ന കുരികിലിൻ്റെ അവസാനവും നിശ്ചയിക്കുന്ന ദൈവം തന്നെയാണ്. എന്നാൽ ഞാനും നീയും ഏറിയ കുരികിലിനേക്കാൾ വിശേഷതയുള്ളവരാകയാൽ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന ഒരുവന നമ്മുടെ ദൈവം. പ്രമുഖ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ മാർക്ക് പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ സാങ്കേതിക തകരാർ കാരണം എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വന്നു. എങ്കിലും വേഗം കോൺഫറൻസിന് എത്തുന്നതിനായി ഒരു കാർ റെൻറ്റിന് എടുത്ത് അദ്ദേഹം യാത്ര ആരംഭിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കൊടുങ്കാറ്റും മഴയും മൂലം അദ്ദേഹത്തിന് വഴിതെറ്റി. മറ്റേതോ വഴിയിൽ കൂടി യാത്ര തുടർന്നു. വഴി മുഴുവൻ മൂടൽമഞ്ഞ് കയറി കിടക്കുന്നു. ആ വഴിയിൽ കൂടി വളരെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്ത അദ്ദേഹം ഒരു ചെറിയ വീട് കണ്ടു. മാത്രമല്ല, വഴി അവിടെ അവസാനിക്കുകയും ചെയ്തു. വഴി അറിഞ്ഞുവെങ്കിൽ മാത്രമേ യാത്ര തുടരുവാൻ കഴിയൂ. അതുകൊണ്ട് താൻ കണ്ട വീട്ടിൽ കയറി വഴി ചോദിക്കുവാൻ ചിന്തിച്ച് ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിലൊരമ്മയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലാവസ്ഥ ശരിയാകുന്നതുവരെ ഇവിടെ വിശ്രമിച്ചിട്ട് യാത്ര തുടരുന്നതാണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അവർ നല്ല രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു, ഭക്ഷണം നൽകി. തുടർന്ന് അവർ പ്രാർത്ഥിപ്പാനായി പോയി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഡോക്ടർ മാർക്ക് ചോദിച്ചു, എന്താണ് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചത്?
നിങ്ങൾ പറയുന്നതൊക്കെ ശരിക്കും ദൈവം കേൾക്കുന്നുണ്ടോ? തൻ്റെ കുട്ടിയെ കിടത്തിയിരിക്കുന്ന തൊട്ടിലിൻ്റെ അടുക്കൽ ചെന്ന് അവൾ പറഞ്ഞു, ഇതെൻ്റെ 2 വയസ്സുള്ള കുഞ്ഞാണ്. ഇവൻ ലോകത്തിലെ ഏറ്റവും റെയർ ആയ ഒരു ക്യാൻസർ ബാധിതനാണ്. ഇവനെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ ഡോക്ടർ മാർക്ക് ആണ്. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുവാൻ പോലും ഇതുവരെയും എനിക്ക് കഴിഞ്ഞില്ല. ഇത് കേട്ട് അതിശയിച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ കൂടി വഴിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും കടന്നുപോയി. ഫ്ലൈറ്റിന് തകരാറുണ്ടായതും കൊടുങ്കാറ്റും വഴിതെറ്റിയതും മൂടൽമഞ്ഞും കൃത്യമായി ഈ വീടിൻ്റെ മുൻപിൽ എത്തിയതും എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവത്തിന് അവർ നൽകിയത് പ്രാർത്ഥന മാത്രമായിരുന്നു. ആ പ്രാർത്ഥന 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ജീവനെ കാത്തു പരിപാലിച്ചു. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. കർത്താവേ, എൻ്റെ പ്രാണനെ കാത്തു സൂക്ഷിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ.